ഇത് ഹരിയാണല്ലോ. ഹരി ലാലേ, ആറ്റിങ്ങിൽ നമ്മൾ വിചാരിക്കും പോലെ അല്ല കേട്ടോ. MLA യും MP ഒക്കെ മത്സരിക്കണേ. ഇത്തവണ മിക്കവാറും അടൂർ പ്രകാശ് വിയർക്കും. ആഹാ, ഞാൻ നിന്നെ വിളിക്കാം. അഭിലാഷ് കേട്ടോ, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെയാണല്ലോ ഇപ്പോൾ വന്നൊന്ന് ആറ്റിങ്ങലിലെ കഥയും. ആറ്റിങ്ങൽ ഇത്തവണ ത്രികോണ മത്സരമാണ്. ആ ആറ്റിങ്ങൽ ത്രികോണ മത്സരമാണെന്ന് പറയാൻ കാരണമുണ്ട്. വി മുരളീധരൻ അവിടെ ക്യാമ്പ് ചെയ്ത് കേന്ദ്രമന്ത്രി, BJP-യുടെ കേന്ദ്രമന്ത്രി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഇത്തവണ നിലവിൽ മണ്ഡലം ഒരുക്കുന്ന UDF-ൻ്റെ കയ്യിലാണല്ലോ. അതങ്ങനെ ഇങ്ങനെ വരുമോ? UDF-ൻ്റെ കയ്യിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ഈ മണ്ഡലത്തിൻ്റെ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പരമ്പരാഗത ഇടതുപക്ഷ കോട്ടയാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലയുള്ള ഒരു മണ്ഡലമാണെന്ന് കാണാം. മുമ്പ് ചിറയൻകീഴായിരുന്നു. ചിറയൻകീഴ് മാറി ആറ്റിങ്ങൽ വന്നപ്പോൾ തുടർച്ചയായി സമ്പത്ത് ജയിച്ചു വന്നിരുന്നതിന് കഴിഞ്ഞ തവണ 2019 അടൂർ പ്രകാശിനെ ഇറക്കി കോൺഗ്രസ് ഒരു എന്താ പറയുക ഒരു ബദൽ മുന്നോട്ട് വെച്ചത്. സാധാരണ കോൺഗ്രസ് കേരളത്തിൽ മറ്റിടങ്ങളിൽ ജയിക്കുമ്പോൾ പോലും ജയിക്കാത്ത മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ. അപ്പം മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ LDF-ൻ്റെ കൂടെ നിൽക്കുന്നൊരു മണ്ഡലമാണ് ശരിക്കും ആറ്റിങ്ങൽ അല്ലേ? ആണ്. ആറ്റിങ്ങൽ നമുക്കറിയാം, വലിയ വലിയ വർക്കല രാധാകൃഷ്ണൻ, സമ്പത്ത്. ആറ്റിങ്ങലിൻ്റെ ഒരു പരിസരം എന്ന് പറയുന്നത് പരമ്പരാഗതമായ ഒരു ഈഴവ ബെൽറ്റാണ്. ഒപ്പം മുസ്ലിം വോട്ടുകൾക്കും പ്രാധാന്യമുള്ള ഒരു കോമ്പോസിഷനാണ്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ BJP-ക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഈ ശബരിമല വികാരം കത്തുനിന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP-യുടെ പൊളിറ്റിക്കൽ വോട്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ശബരിമല വോട്ട് ഇമ്പാക്ട് ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. സമ്പത്തിൻ്റെ പ്രവർത്തനം അതിനെ ബാധിച്ചിട്ടുണ്ടാവും. സമ്പത്ത് തുടർച്ചയായി 2009 മുതൽ MP ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ സമ്പത്തിനെതിരെയുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ സമ്പത്തിനെതിരെ ഒരു വിപ്രതിപത്തി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇടതുപക്ഷം ഈസി വാക്ക് ഓവറായിട്ട് കരുതിയിട്ടുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ അന്ന് വരെ. പക്ഷേ 2019 അതിന് മാറ്റം ഉണ്ടായി. അടൂർ പ്രകാശ് നമുക്കറിയാം. അടൂർ പ്രകാശ് എങ്ങനെയാണ് അദ്ദേഹം കോന്നിയിൽ ജയിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ വിജയം ശീലമാക്കിയിട്ടുള്ള ഒരു നേതാവാണ് അടൂർ പ്രകാശ്. ശബരിമല ഇമ്പാക്റ്റിൻ്റെ ഗുണം കിട്ടിയത് UDF-നായിരുന്നു. ശബരിമല ഇമ്പാക്റ്റിൻ്റെ ഗുണം UDF-ന് കിട്ടി. ശബരിമല ഇമ്പാക്റ്റ് കൊണ്ടാണ് BJP-ക്ക് ചരിത്രത്തിൽ ആദ്യമായി 2 ലക്ഷം വോട്ടിന് അപ്പുറത്തേക്കൊക്കെ പോകാൻ ആറ്റിങ്ങൽ കഴിഞ്ഞത്. അവിടെയാണ് ഇത്തവണ വലിയ തോതിൽ മുരളി ഹാർഡ് വർക്ക് ചെയ്യുന്നത്. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അവിടെ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ കാര്യമായി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കണക്ക് പരിശോധിച്ച് നോക്കുമ്പം അപ്പോൾ ഏകദേശം ആറ്റിങ്ങലും ഒരേ ക്ലാസ് മണ്ഡലമായിട്ട് തന്നെയായിരിക്കും BJP കാണുന്നത് അല്ലേ? കഴിഞ്ഞ തവണത്തെ നില നോക്കിയാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കണക്ക് എങ്ങനെ ഒന്ന് നോക്കി നോക്കാം. ആയിക്കോട്ടെ. കഴിഞ്ഞ തവണത്തെ റിസൾട്ട് നോക്കിക്കലാലേ, ഇവിടെ ഈ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിലാണ് അടൂർ പ്രകാശ് ഈ വിജയം നേടിയിട്ടുള്ളത്. അവിടെ 2 ലക്ഷത്തിന് മുകളിൽ 2,40,000-ൽ പരം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ നേടി എന്നുള്ളത് കൊണ്ടാണ് BJP ഈ മണ്ഡലത്തെ കാര്യമായ ഒരു മണ്ഡലമായി എടുക്കുന്നത്. അതിൽ കൃത്യമായും ശബരിമല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അത് ഇത്തവണ ഇതുപോലെ ആവർത്തിക്കപ്പെടുമെന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇത്തവണ CPM-ലെ ജില്ലാ സെക്രട്ടറി ഒക്കെയാണല്ലോ ഏകദേശം സ്ഥാനാർത്ഥി. അതെ. അപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? അല്ല, ഇതിപ്പോൾ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രസ്റ്റീജ് സീറ്റുകളിൽ ഒന്നാണ്. ഇപ്പോൾ 2009 അവർ 16 ലോക്സഭാ സീറ്റ് തോറ്റപ്പോഴും, അതായത് മണ്ഡല പുനർനിർണ്ണയം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 16 ലോക്സഭാ സീറ്റ് തോറ്റപ്പോഴും ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ പറയുന്ന ആറ്റിങ്ങൽ. സമ്പത്ത് അവിടെ തുടർച്ചയായി ജയിച്ചു. 2009 ജയിച്ചു, 2014 ജയിച്ചു. പക്ഷേ അദ്ദേഹത്തിന് 2019 വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തവണ ആര് സ്ഥാനാർത്ഥി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുമ്പോൾ ഇത്തവണ സമ്പത്തിൻ്റെ പേര് നമ്മൾ കാര്യമായി പറഞ്ഞു കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു സമ്പത്തിന് ഉണ്ടായിരുന്ന ഒരു ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പത്ത് ഒരു വിപ്രതിപത്തിയൊക്കെ അതിന് കാരണമായും തോന്നുന്നു. നമുക്ക് ഈ തവണ ആരൊക്കെ സ്ഥാനാർത്ഥികളാകും എന്നുള്ള വല്ല ഐഡിയയിൽ ലാലിനുണ്ടോ? ജോയിയുടെ പേര് പറയുന്നത് കേട്ടു, ജില്ലാ സെക്രട്ടറി. പിന്നെ കേന്ദ്രമന്ത്രിയാണല്ലോ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പറയപ്പെടുന്നത്. സിറ്റിംഗ് MP തന്നെ മത്സരിക്കാനാണ് മറ്റൊരു സാധ്യത. അപ്പോൾ ഞാനിത് വളരെ ആധികാരികമായി പറയാം. ഈ തവണ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി V ജോയി, BJP-യുടെ കേന്ദ്രമന്ത്രി V മുരളീധരൻ, UDF-ൻ്റെ സിറ്റിംഗ് MP അടൂർ പ്രകാശ്, ഈ 3 പേര് ഇപ്പോൾ വരും. ഈ 3 പേരാണ് ഇത്തവണ മത്സരിക്കുക. അതിൽ സംശയമൊന്നുമില്ല. V ജോയിക്ക് അപ്പുറത്ത് ഇനിയിപ്പോൾ ജില്ലാ കമ്മിറ്റി കൊടുത്തിട്ടുള്ള പേര് ജോയിയുടേതാണ്. V ജോയിക്ക് അപ്പുറത്തൊരു പേര് സംസ്ഥാന കമ്മിറ്റി ഈ കാര്യത്തിൽ നിർദ്ദേശിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മത്സരം ജോയി, അതുപോലെ തന്നെ V മുരളീധരൻ, അടൂർ പ്രകാശ്. ആറ്റിങ്ങൽ പൊടി പാറും. ആറ്റിങ്ങൽ ഈ നിലയിൽ പൊടി പാറാനാണ് സാധ്യത. നമ്മൾ കാത്തിരുന്ന് കാണണം. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. അപ്പോൾ നമുക്കത് കഴിഞ്ഞ തവണത്തെ അത്ര അനുകൂല അന്തരീക്ഷം ഇത്തവണ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കും.